നഹ്വിന്റെ ഖായിദ എന്താണ് അല്ലേ? 1000 പദ്യവും ഹിഫ്ളാക്കി സന്തോഷത്തോടെ قال محمد هو ابن مالك أحمد رب الله خير مالك مصليا على الرسول المصطفى وآله المستكملين الشرفاء. ഇങ്ങനെ അൽഫിന്റെ ഓരോ പദ്യങ്ങളും ഇങ്ങനെ ചൊല്ലി അൽഫിയ പൂർത്തിയാക്കിയ കുട്ടിയോട് മുത്തഅല്ലിമിനോട് മോനെ 1000ാമത്തെ പദ്യം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ആ കുട്ടികൾ പറയും വആലിഹിൽ ഉർരിൽ കിറാമിൽ ബററ വസ്വഹ്ബിഹിൽ മുംതഖിബീനൽ ഖയ്യറാ. ഈ നിലക്ക് നാം ദർസിൽ നഹ്വിന്റെ ഖായിദ പഠിക്കാൻ ഓതി പാഠമാക്കുന്ന ഇബ്നു മാലിക് തങ്ങൾ അൽഫിയല്ലേ, ആ അൽഫിയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ടവർ എത്ര സൂക്ഷ്മതയിലാണ് അവരുടെയൊക്കെ ജീവിതം, അവരുടെയൊക്കെ ഓരോ വിഷയങ്ങളും. ബഹുമാനപ്പെട്ടവർ അൽഫിന്റെ തുടക്കത്തിൽ പറഞ്ഞു എന്താ പറഞ്ഞത്? സകല മുത്തഅല്ലിമുകളുടെ ശ്രദ്ധയും തന്റെ ഗ്രന്ഥമാകുന്ന അൽഫിയയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇബ്നു മുഅത്തി തങ്ങളുടെ അൽഫിയേക്കാൾ ഇബ്നു മുഅത്തി തങ്ങൾ അൽഫിയേക്കാൾ മേലെയായതായിട്ടാണ് ഞാൻ ഈ അൽഫിയെ ക്രോഡീകരിച്ചത് എന്ന് ബഹുമാനപ്പെട്ടവർ ഈ ഉദ്ദേശത്തോടെ പറഞ്ഞു. പക്ഷെ മഹാൻ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ എഴുതി വെച്ചാലും വരും കാലത്തെ മുത്തഅല്ലിമുകൾ ഒരു പക്ഷേ അവർ തെറ്റിദ്ധരിക്കോ അല്ലെങ്കിൽ അവർ ഇങ്ങനെ ചിന്തിച്ചു പോകുമോ? ഇബ്നു മാലിക് തങ്ങൾ മുൻകാല കഴിഞ്ഞുപോയ മഹത്തുക്കളിൽപ്പെട്ട ഇബ്നു മുഅത്തി തങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണോ അൽഫിയയിൽ ഇങ്ങനെ പദ്യം എഴുതി വെച്ചത് എന്ന ഒരു ചിന്ത വരും കാലത്തെ മുത്തഅല്ലിമുകൾക്ക് വരുമോ എന്ന നിലക്ക് നിസ്സംശയം അങ്ങനെ ഒരു ചിന്തക്ക് ഒരു ലെവലേശം പോലും അവസരമില്ലാത്ത നിലക്ക് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു അര വരി പദ്യത്തിൽ അര വരി പദ്യത്തിന് പകരം 2 കാമിലായ വരിയാണ് തുടർത്തി പറഞ്ഞത്. മുസ്തൗജിബുൻ ഫനാഇൽ ജമീല വല്ലാഹു യഖ്ളി ബിഹിബാതിൻ വാഫിറ ലീ വലഹു ഫീ ദറജാതിൽ ആഖിറ. എന്താ മഹാൻ പറഞ്ഞത്? ഇബ്നു മുഅത്തി തങ്ങൾ ചില്ലറക്കാരല്ല. വഹുവ ആ ഇബ്നു മുഅത്തി തങ്ങൾ ബിസബഖിൻ സാബിഖാവലോട് കൂടെ അൽ ബാഉ ബിമഅന മഅ സാബിഖാവലോട് കൂടെ ഫി സമാനി വൽ ഇഫാദ. സബഖ് കൊണ്ട് ബഹുമാനമുണ്ട് എന്ന് അറിയാത്തവരാരാ ഇസ്ലാസിൽ? ഇല്ലാത്തവര്. സബഖ് കൊണ്ട് ബഹുമാനമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? പ്രായമുള്ള ആളുകൾക്ക് പ്രായം കുറഞ്ഞ ആളുകളെക്കാൾ ബഹുമാനമുണ്ട്, പ്രായത്തിനൊരു ബഹുമാനമുണ്ട്. പക്ഷെ ഇത് പ്രായം കൊണ്ടുള്ള ബഹുമാനം മാത്രല്ല. അതാ പറഞ്ഞ ബിസബഖിൻ സാബിഖാവലോട് കൂടെ ധാരാളം തഫ്ളീലാത്തുകൾ ഇൽമു കൊണ്ടും വറഅ് കൊണ്ടും തഖ്വ കൊണ്ടും അങ്ങനെ ഇബാദത്ത് കൊണ്ടും എല്ലാ മേഖലകളിലും വലിയ മഹത്വം ഒരുമിച്ച് കൂട്ടിയ തഫ്ളീലാത്ത് ഒരുമിച്ച് കൂട്ടിയ മഹാനാണ് ഇബ്നു മുഅത്തി തങ്ങളെന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ടവർക്ക് അങ്ങ് ദ്വാരം കൊടുക്കുകയാണ്. വല്ലാഹു യഖ്ളി ബിഹിബാതിൻ വാഫിറ ലിവലഹു ഫീ ദറജാതിൽ ആഖിറ. ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബന അഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാര് അദബിന് നൽകിയ സ്ഥാനമാണ്. അവരുടെ എല്ലാ കിതാബ് രചനയിൽ പോലും അദബിന് വലിയ പ്രാമുഖ്യം നൽകിയ മഹാന്മാരായിരുന്നു മുൻകാല സ്വാലിഹീങ്ങൾ, കഴിഞ്ഞുപോയ മഹത്തുക്കൾ. ഇനി നിങ്ങൾ നോക്ക്, ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട
രണ്ട് മഹാന്മാരാണ് ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് ഇമാം റാഫി റളിയല്ലാഹു അൻഹു. ആ മഹാന്മാർ വലിയ കറാമത്തിന്റെ അഹലുകാരാണ്. ഇമാം നവവി തങ്ങളെ താരീഖ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 40 കൊല്ലക്കാലം ജീവിച്ച മഹാൻ കല്യാണം കഴിക്കാൻ മറന്നുപോയി. പിന്നെ എന്താ പണി? പകല് സുന്നത്ത് നോമ്പ്, കുട്ടികൾക്ക് കിതാബ് ചൊല്ലി കൊടുക്കുക, കിതാബ് ഓതി കൊടുക്കുക, ദർസ് നടത്തുക, രാത്രി തഹജ്ജുദിന് വേണ്ടി കുറച്ച് ഉറങ്ങും. അത് കഴിഞ്ഞാൽ നീണ്ട ഖിയാമുൽ ലൈൽ. അത് കഴിഞ്ഞുള്ള സമയം അള്ളാഹുവിന്റെ ദീനിന്റെ ഉലൂമുകൾ, അതേ ഖുർആനും ഹദീസുകളും മറ്റ് ദീനീ വിഷയങ്ങളുമൊക്കെ ഇങ്ങനെ കിതാബ് രചന നടത്തുന്ന പണിയാണ് ബഹുമാനപ്പെട്ടവരുടെ ഷോല്. അങ്ങനെ പാതിരാത്രി പതിവ് പോലെ ഒരു സൈത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിലുള്ള വിളക്ക് കെട്ടുപോയി, റാന്തൽ അതാ അണഞ്ഞുപോയി. ഇതുപോലെ മെർക്കുറിയും ഇലക്ട്രിക് ഉപകരണങ്ങളില്ലാത്ത കാലഘട്ടം. കാറ്റടിച്ച് വിളക്ക് കെട്ടു, ഇരുട്ടായി, കണ്ണ് കാണുന്നില്ല. ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു, റബ്ബേ, ഞാൻ എന്റെ ഖൽബിൽ നിന്റെ ദീനിന്റെ ഉലൂമുകൾ ഒരുപാട് കൊണ്ടുവന്നു, പക്ഷേ ഇരുട്ടായത് കാരണം എഴുതാൻ സാധിക്കുന്നില്ല. ഉടനെ അതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബും ആശിഖുമായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരൽ പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നത് വരെ പ്രകാശം അണഞ്ഞില്ല. അത്രയും വലിയ കറാമത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട മഹാൻ. അതുപോലെ ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് നോക്കിയാലും നമുക്ക് വായിക്കാൻ പറ്റും. ബഹുമാനപ്പെട്ടവരും കിതാബ് രചന നടത്തുന്ന സമയം ഇതുപോലെ ലൈറ്റ് അണഞ്ഞു പോയ സമയം തൊട്ടപ്പുറത്ത് നിന്നുള്ളതാ മരത്തിൽ നിന്ന്, വൃക്ഷത്തിൽ നിന്നതാ പ്രകാശം ചൊരിയുന്നു. എഴുത്ത് തീരുന്നത് വരെ പ്രകാശം നിലനിൽക്കുന്നു. ഈ രണ്ട് മഹാന്മാർ ഷാഫി മദ്ഹബിൽ ഒരു മസ്അല പറഞ്ഞാൽ ഇമാം നവവി തങ്ങൾ പറഞ്ഞതാണ് മുഅ്തമദ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ ഉസ്താദാണ് റാഫി ഇമാം. എന്നാൽ മസലൻ ഞാനൊരു ഉദാഹരണം പറയാം. സുജൂദ് ചെയ്യുമ്പോ കാലിന്റെ വിരലിന്റെ പള്ളവക്കൽ ലാസിമാണ് എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇമാം റാഫി തങ്ങൾ പറയുന്നു കാലിന്റെ വിരൽ വെച്ചാലും മതിയാകും.